സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൃഷ്ണം ഭസ്വൽകിരീടാംഗദവലയകലാകൽപഹാരോദരാഘ്രിം ശ്രോണീഭൂതം സ്വവക്ഷോമണിമകരമഹാകുണ്ടലാമണ്ഡിതാസ്യം ഹസ്തോദ്യശങ്കചക്രാംബുജഗദമമലം പീതകൗശേയവാസം വിദ്യുദ്ഭാസം സമുദ്യദ്ദിനകരസ്ദൃശം പത്മസംസ്ഥം നമാമി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സജ്ജനങ്ങളെ, ഭാഗവത മഹാസത്രത്തിൻ്റെ ഇന്നത്തെ ദിവസത്തിലെ അവസാനത്തെ വിഷയാവതരണത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. വിഷയം ഉപനിഷത് സന്ദേശമാണ്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വേദമാണ്. പരീക്ഷിച്ച് ശരിയെന്ന് തെളിഞ്ഞതും അതേപോലെ തന്നെ തെളിയിക്കാവുന്നതുമായ സാർവലൗകികമായ സത്യങ്ങൾ കൊണ്ടാണ് വേദത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദത്തിന് ഭാരതീയ സമ്പ്രദായത്തിൽ പ്രാമാണ്യമുള്ളത്. കാരണം വേദത്തിലെ തത്വങ്ങൾ മുഴുവൻ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പരീക്ഷിച്ച് തെളിയിക്കാവുന്നതുമായിരിക്കുന്ന തത്വങ്ങളാണ് വേദത്തിൽ വിസ്തരിച്ചിട്ടുള്ളത്. ഈ വേദം ആണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രമെന്ന് പറയാം. സാധാരണ നമുക്കെല്ലാം അറിയാം, ഈ ലോകത്തിൽ അനേക മതങ്ങളുണ്ട്. ഈ മതങ്ങളെല്ലാം ഒന്നുകിൽ സനാതനധർമ്മം ഒഴിച്ച് അല്ലെങ്കിൽ ഹിന്ദുമതം ഒഴിച്ച് ബാക്കി എല്ലാ മതങ്ങളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സഗുണനായിരിക്കുന്ന ഒരു സ്ഥാപകനോ അല്ലെങ്കിൽ സ്ഥാപകന്മാരോ ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതലോ വ്യക്തികളാണ് ഈ മതങ്ങളുടെ എല്ലാം ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. അപ്പം എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ അവരുടെ ജീവിതത്തെയും അവരുടെ ഉപദേശത്തെയും ആശ്രയിച്ചിട്ടാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത്. ഈ മതങ്ങൾ സ്ഥാപിച്ചവർ അല്ലെങ്കിൽ മതത്തിൻ്റെ ആരംഭം കുറിച്ചിട്ടുള്ളവരുടെ പുരാതന കാലത്തെ ജീവിതത്തെ പറ്റിയുള്ള വ്യക്തിജീവിതത്തെ പറ്റിയുള്ള ചരിത്രരേഖകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മതം മുഴുവൻ തകർന്നു തരിപ്പണായി പോകും. അപ്പോൾ അവരങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊരു പഠനം ഉണ്ടായാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ ഇതുവരെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ആശയങ്ങളെല്ലാം അല്ലെങ്കിൽ അവർ വിചാരിച്ച വിശ്വാസ പ്രമാണങ്ങളെല്ലാം തകർന്നു പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വേദത്തെ അപൗരുഷേയമാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപൗരുഷേയമാണ് എന്ന് വേദത്തെ പറയാനുള്ള കാര്യം നമുക്കറിയാം. വേദം വിദ് ജ്ഞാനേ വിദ് ലാഭേ വിദ് വിചാരിണമതേ വിദ് സത്തായം എന്നീ 4 ധാതുക്കളിൽ നിന്ന് നിഷ്പന്നമായിരിക്കുന്ന ശബ്ദമാണ് വേദശബ്ദം. പരമമായിരിക്കുന്ന ജ്ഞാനമെന്നർത്ഥം പറയാം. അപ്പോൾ വേദമാണ് സനാതനധർമ്മത്തെ സംബന്ധിച്ച അടിസ്ഥാന ശാസ്ത്രം. വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേ ച തദ്വിതാം ആചാര ശൈവസാധൂനാം ആത്മനസ്തുഷ്ടിരേവച എന്ന് ഭഗവാൻ മനു സ്മൃതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. വേദമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇപ്പം സത്യമായ തത്വം, ആ സത്യമായ തത്വത്തെ അറിയുന്നതിന് നമ്മളെ സഹായിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനമാണ് വേദം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് വേദം നമ്മുടെ ആചാര്യന്മാർ മഹാഋഷീശ്വരന്മാർ അനുഭവിച്ചറിഞ്ഞതായതുകൊണ്ടാണ് അത് എക്കാലത്തും പ്രാമാണ്യത്തോടുകൂടി ഇരിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, പരീക്ഷിച്ച് അറിഞ്ഞിട്ടുള്ളതും അത് പരീക്ഷിച്ച് അനുഭവമാണെന്ന് തെളിയിക്കപ്പെട്ടുള്ളതും തെളിയിക്കാവുന്നതുമായിരിക്കുന്ന സത്യങ്ങളാണ് വേദമെന്ന് പറയാം. അപ്പോൾ ഈ വേദത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നത്, ഈ വേദത്തിൻ്റെ ആശയങ്ങളെ, വേദത്തിൻ്റെ വിചാരത്തെ
ഈ വേദം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ വേദത്തെ വിസ്തരിച്ചിട്ടുള്ളൂ, വ്യാഖ്യാനം ചെയ്തിട്ടുള്ളവരൊക്കെ പറഞ്ഞു ഇത് പശുവിനെ പറ്റി പറയുന്നു, പക്ഷിയെ പറ്റി പറയുന്നു, മൃഗത്തെപ്പറ്റി എന്നൊക്കെ പറയുന്നതാണ് വേദം അന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ആശയത്തെ അറിയാത്തത് കൊണ്ടാണ്, തത്വത്തെ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ധർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ മതം വ്യക്തികളിലല്ല തത്വങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കണം. വ്യക്തിഭാവത്തിന് പ്രാധാന്യമേ ഇല്ലാതെ വ്യക്തികളിങ്ങനെ മാറി മാറി വരികയും, വ്യക്തികളിലല്ല തത്വത്തിലാണ് നമ്മുടെ മതം സനാതനധർമ്മം അധിഷ്ഠിതമായിരിക്കുന്നത്, ആധികാരികമായിട്ട് തത്വങ്ങളിലാണെന്ന് പറയുന്നു. ഇപ്പം തന്നെ നമ്മൾ നോക്കുക, ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ആരാണ്? വേദവിദ് എന്നാണ് പറയുന്നത്. വേദകൃത് എന്ന് പറയുന്നില്ല, ഞാൻ വേദം ഉണ്ടാക്കിയ ആളെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. വേദവിദ്, ഞാൻ വേദം അറിയുന്നയാളാണ് എന്നാണ് പറയുന്നത്, അല്ലാതെ വേദകൃത് എന്ന് പറയുന്നില്ല. ഭാഗവതത്തിൽ നോക്കുക, ഈ പറയുന്നുണ്ട്, ഈ തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയത് സൂരയ. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് പ്രകാശിച്ചിരുന്നു, അദ്ദേഹം ഉണ്ടാക്കിയതൊന്നും അല്ല വേദം എന്ന് പറയാം. അപ്പോൾ വേദത്തിന് ശ്രുതി എന്ന് വിശേഷിപ്പിക്കും. നമുക്കറിയാം, ശ്രൂയത്തെ ഇതി ശ്രുതി എന്ന് പറയുന്നു. പാരമ്പര്യമായിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് ഗുരുശിഷ്യ പ്രശിഷ്യ പരമ്പരകളാൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വേദത്തിൻ്റെ അന്തമായിട്ടാണ് ഉപനിഷത്തിനെ നമ്മുടെ മുമ്പിലേക്ക് വർണ്ണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വേദാന്തം എന്ന് പറയാം. വേദാന്തത്തിൽ വേദത്തിൻ്റെ അവസാനം, വേദാന്തം എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷ്മദൃഷ്ടിയിലെടുത്താൽ വേദത്തിൻ്റെ സാരം എന്നർത്ഥം. വേദസാരമാണ് ഉപനിഷത്ത്. ഉപനിഷത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഉപനിഷത്ത് സാർവലൗകികമായിരിക്കുന്ന ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ട ഊർജത്തെ നൽകുന്ന മഹാഭാവമാണ് ഉപനിഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കാണാൻ സാധിക്കുക. ഉപനിഷത്തിൻ്റെ വൈശിഷ്ട്യവും അതാണ്. ഇവിടെ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും കൂടുതൽ ജീവിക്കും തോറും, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ജീവിക്കും തോറും ഞാൻ ആ ജീവിക്കുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുകയും അതേപോലെ അത് അനുഭവിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും പരമമായ കാര്യമെന്ന്. ഞാനിപ്പോൾ ഈ നിമിഷത്തെ ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ അനുഭവിക്കുന്നു, ഞാൻ പോകുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ കാണുന്നു. ഇത് തന്നെയാണ് ജീവിതത്തിലെ പരമമായ കാര്യമെന്ന് പറയാം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഉപനിഷത്തിൽ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും കൂടുതൽ ജീവിക്കും തോറും ഞാനത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുകയും, യാഥാർത്ഥ്യമാണല്ലോ, ഞാൻ ജീവിക്കുകയാണല്ലോ. രണ്ടാമതായിട്ട് ഞാനത് അനുഭവിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യ ജീവിതത്തിലെ പരമമായിരിക്കുന്ന ലക്ഷ്യമെന്ന് പറയാം. അപ്പം മനുഷ്യ ജീവിതത്തിലെ പരമമായിരിക്കുന്ന ലക്ഷ്യം ആത്യന്തികമായിട്ട് ആനന്ദ അനുഭവമാണെന്ന് നമുക്കറിയാം. ഈ ആനന്ദത്തെയാണ്, ശാന്തിയാണ്, സംതൃപ്തിയാണ്, പൂർണ്ണതയാണ് നമ്മുടെ ആചാര്യന്മാർ മോക്ഷം എന്ന് വിശേഷിപ്പിച്ചത്. മോക്ഷമെന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകാനുള്ള ഏർപ്പാടാണെന്ന് വിചാരിച്ച് നടക്കുന്ന വിഡ്ഢികളാകരുത് നമ്മൾ. കാരണം മോക്ഷത്തെപ്പറ്റി ജ്ഞാനികൾ എന്താ പറയുകയെന്ന് വെച്ചാൽ, ഈ സ്വർഗത്തിൽ പോകുന്നതാണ് മോക്ഷമെന്ന് വിചാരിക്കും. ഈ ഒരു സംശയമുള്ളത്, ഈ സ്വർഗത്തിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുമെന്ന്, സ്വർഗത്തിൽ സുഖമാണെന്നും സ്വർഗസുഖം അനുഭവിക്കാൻ വളരെ നല്ലതാണെന്നും പറഞ്ഞത് ഒരിക്കലും മരിച്ചവരെ അല്ല, ജീവിച്ചിരുന്നവരാ പറഞ്ഞത്. അങ്ങൊരു പ്രത്യേകതയുണ്ട്. മരിച്ച ഒരാൾ പോലും നിങ്ങൾ സ്വർഗത്തിൽ പോയ സുഖം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല, അവരാരും തിരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ജീവിച്ചിരുന്നവരാ പറഞ്ഞത്. അപ്പോൾ ഈ സ്വർഗം എന്നുള്ളതൊരു കാൽപ്പനിക ഭാവമാണ് എന്ന് വേണമെങ്കിൽ പറയാം, തീർച്ചയായിട്ടും. എന്നാൽ സ്വർഗത്തെ പറ്റിയൊക്കെ, സ്വർഗസുഖാനുഭവത്തെ പറ്റി വേദത്തിലേക്ക് വിശദീകരിക്കുന്നുണ്ടല്ലോ, അത് വേറൊരു തത്വവിചാരമായിട്ട് നമുക്ക് കണക്കാക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആനന്ദം എന്ന അനുഭവമാണ്. എന്താ ഈ ആനന്ദം എന്ന് ചോദിച്ചാൽ തന്നെ അറിയുക, അനുഭവിക്കുക എന്നുള്ളതാണ്. ഇതാണ് ആനന്ദാനുഭവം, സ്വതസിദ്ധമായിരിക്കുന്ന ഭാവം. ഈ ആനന്ദം എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പലപ്പോഴും ഭൂരിപക്ഷം പേർക്കും സുഷുപ്തിയിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. സുഖമായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഊർജ്ജത്തോടു കൂടി എഴുന്നേൽക്കുന്നു, സുഷുപ്തിയിൽ മാത്രമാണ് ഈ ആനന്ദാനുഭവം ഉണ്ടാകുക എന്നാണ്. അപ്പോൾ ഈ ആനന്ദ അനുഭവത്തിനു വേണ്ട അനേക മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ക്ഷേത്ര ഉപാസന ഒരു മാർഗമാണ്. അതേപോലെ തൻ്റെ കർമ്മത്തെ പരിപൂർണമായി ഭഗവതർപ്പിതമാക്കുക മറ്റൊരു മാർഗമാണ്. അപ്പോൾ ഈ ഭക്തിമാർഗം, കർമ്മമാർഗം, അതേപോലെ ആധ്യാത്മിക ശാസ്ത്രം, എന്തിനേറെ
ബ്രഹ്മവിദ്യാന്താർഗത യോഗശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗീത, ഇതെല്ലാം ഇതിൻ്റെ ആശയങ്ങളെല്ലാം വന്നിട്ടുള്ളത് എവിടെ നിന്ന് വെച്ചാൽ ഉപനിഷത്തിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ്. ഉപനിഷത്തിൻ്റെ മാഹാത്മ്യം അതാണ്. അപ്പോൾ ഉപനിഷത്തിൽ നോക്കൂ, ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഒരു മഹാവാക്യം, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ. എന്നെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കുക, അസത്തായിരിക്കുന്നതിൽ നിന്നും. ഈ അസത്ത് എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. പഴയ കാലത്ത് വീട്ടിലെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ കുട്ടികളെ വഴക്കു പറഞ്ഞൊരു വാക്കെന്താ, ദേഷ്യം വരുമ്പോൾ വേറെ ഒന്നും പറയില്ല, എന്താ പറയുക, അസത്തെ എന്നാണ് വിളിക്കുക. നോക്കൂ, വേദാന്താണ് പറയണത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അതേപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിക്കണമെന്ന് ഉപനിഷത്ത് പറയും. നോക്കൂ, ഈ ആശയം തന്നെയാണ്, ഈ ഉപനിഷത് വാക്യം തന്നെയാണ് രാമായണം, മഹാഭാരതം, ഭാഗവതം, ഈ 3 ഗ്രന്ഥങ്ങളിലും നോക്കുക. യശസ്വരീനായിരിക്കുന്ന പണ്ഡിറ്റ് KP നാരായണ പിഷോരടി അവർകൾ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചത്, അസതോമ സദ്ഗമയ. നിങ്ങൾ നോക്കൂ, രാമായണത്തിലേക്ക് നോക്കൂ, അസത്തായ രാവണിൽ നിന്നും സത്തായ രാമനിലേക്ക്. തമസോമ ജ്യോതിർഗമയ. ഇപ്പോൾ ഈ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം തമ്മിലുള്ള തർക്കവും യുദ്ധമൊക്കെ ആണല്ലോ. ഇതിൻ്റെ മൂലകാരണം ആരാന്ന് വെച്ചാൽ അന്ധനായ ധൃതരാഷ്ട്രനാണ്. പാണ്ഡവന്മാർക്ക് എന്തുകൊണ്ടാണ് വിജയമുണ്ടായെന്ന് ചോദിച്ചാൽ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന കൃഷ്ണനെ ആശ്രയിച്ചതുകൊണ്ടാണ്. ഭാരതം നോക്കിയാൽ എന്താ, തമസോമ ജ്യോതിർഗമയ. ഇനി ഭാഗവതത്തിലേക്ക് വന്നാലോ, ഞാൻ മരിച്ചു പോകുമെന്നുള്ള ഭയത്തിൽ നിന്ന് ശരീരത്തിന് നാശമില്ല, ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല എന്ന അമരത്വത്തിലേക്കുള്ള അനുഭവം. അപ്പോൾ ഉപനിഷത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ജ്ഞാനം എവിടെയാണ്, അതിൻ്റെ മാഹാത്മ്യവും വൈശിഷ്ട്യവും എവിടെയാണ്. ഭൂമിയിൽ നമ്മുടെ എല്ലാം ജീവിതത്തിന് അർത്ഥവും പ്രാധാന്യവും ഉണ്ടെന്നാണ് ഉപനിഷത്ത് പറയുക. വെറുതെ എങ്ങനെയെങ്കിലും ജീവിക്കില്ല. പലപ്പോഴും എന്തെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണെന്ന് തെറ്റിദ്ധരിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആനന്ദാനുഭവമാണ്. ഇപ്പോൾ ചിലരോട് ചോദിക്കുമെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ, ഓരോരും ജോലി കിട്ടണം, ഇതാണ് ലക്ഷ്യം. വേറെ ചിലർ എന്താ ലക്ഷ്യം, അത് ഒരു വീട് സ്വന്തമായിട്ട് വെക്കണം, അതാണ് ലക്ഷ്യം. ഇതൊന്നും ലക്ഷ്യമല്ല. അവിടെ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങും പോകേണ്ടതില്ലല്ലോ. വീട് വെക്കണമെന്ന് ലക്ഷ്യമുള്ളവർ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് താമസിക്കുകയല്ലേ വേണ്ടത്, അവിടെ സുഖമായിട്ടിരുന്നാൽ പോരെ, അത് സംഭവിക്കണില്ലല്ലോ. ഇപ്പോൾ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ജോലി നേടിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ജോലി ചെയ്യാന്നല്ലേ ഉള്ളൂ, അത് സംഭവിക്കണില്ലല്ലോ. അപ്പോൾ എന്താ, ഇത് ലക്ഷ്യമല്ല, ഇതൊക്കെ ആഗ്രഹമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പരമമായിരിക്കും, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും പ്രാധാന്യവും ഉണ്ടെന്നാണ് ഉപനിഷത്ത് പറയണത്. അർത്ഥമുണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം എന്താ, അതുകൊണ്ട് ഉപനിഷത്ത് ഭയത്തെ അല്ല ഓർമ്മിപ്പിക്കുന്നത്, അഭി എന്നാണ് പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ അതിനെ വളരെ ധീരോദാത്തം ഉദ്ഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് അർത്ഥമുണ്ട്, പ്രാധാന്യവുമുണ്ട്. മാത്രമല്ല നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ജീവിതത്തെപ്പറ്റി അല്പം പോലും നിരാശ വേണ്ട എന്നും. ജീവിതത്തിൽ പലപ്പോഴും നിരാശയാണല്ലോ ജീവിതത്തിലെ പിന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. കാരണം എന്ന് വെച്ചാൽ ജീവിതം വീണ്ടും ഉണ്ടെന്ന് വിചാരിക്കേണ്ടതാണ് ഇതിന് കാരണം. മരിച്ചു കഴിഞ്ഞ് വീണ്ടും ജനിക്കാണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയത് വിചിത്രവും കഴിഞ്ഞുപോയത് ചരിത്രവും വരാൻ പോകുന്നത് വിചിത്രവുമാണ്. ഈ ചരിത്രത്തിൻ്റെയും വിചിത്രത്തിൻ്റെയും ഇടയിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ നാളെ എന്താകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന ജീവിതത്തെപ്പറ്റി നിരാശയുടെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, അത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണോ അതുമല്ല എന്നാണ്. പലപ്പോഴും ജീവിതത്തിൽ ഒരു കാര്യം, എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ അത് പൂർത്തീകരിക്കലാണെന്നും സാധിക്കാത്തതാണെന്നും അതാണ് ജീവിതമെന്നും വിചാരിച്ച് ജീവിതത്തെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം നോക്കുക. ബുദ്ധിമാനായ മനുഷ്യൻ്റെ അവസ്ഥയാണിത്. ബുദ്ധിയുണ്ടെന്ന് സ്വയം അഭിമാനിക്കുന്ന മനുഷ്യൻ ലോകത്തെ തൻ്റെ കൈക്കുമ്പിളിലാക്കിയിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ്. ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുമല്ല ജീവിതം എന്ന് മാത്രമല്ല, ജീവിതത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആയുരന്തം ജീവിക്കാനുള്ള ഇച്ഛാശക്തിയാണ് നമുക്ക് വേണ്ടതെന്ന്. മരിക്കുന്നത് വരെ ജീവിക്കുക എന്നുള്ളത്. മരിക്കാനുള്ള ശ്രമമല്ല, ജനിച്ച നാൾ മുതൽ മരിക്കുന്നത് വരെ. എപ്പോൾ മരിക്കുക അത് നമുക്കറിയില്ല. മരിക്കുന്നത് വരെയുള്ള ജീവിക്കാനുള്ള ഇച്ഛയാണ് നമുക്ക് വേണ്ടതെന്ന്. അതെങ്ങനെ ജീവിക്കണം? വേദം പറയണത് ശതായുർവൈ പുരുഷ എന്ന് പറയും.
100 വർഷമാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പോൾ 100 വർഷം എന്ന് പറയേണ്ടത് ദീർഘകാലം. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം പൂർവ്വകാലങ്ങളിൽ മനുഷ്യൻ്റെ ആയുസ്സിന് ദൈർഘ്യം ഉണ്ടായിരുന്നു. ഇടയ്ക്കത് വളരെ ചെറുതായിട്ട് കുറഞ്ഞു. ഇക്കാലത്ത് വീണ്ടും കൂടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ആരോഗ്യ പരിപാലനവും ഭക്ഷണ ക്രമീകരണവും ഒക്കെ ഉള്ളത് കൊണ്ട് അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ശതായുർവൈ പുരുഷ എന്ന് വേദം പറയുമ്പോൾ ഈ 100 വർഷത്തെ ആയുസ് എന്ന് പറയുന്നത് ജീവിതം കാലം കൊണ്ട് നീണ്ടുപോയാൽ പോരാന്നാണ്. 100 വർഷം എന്നുള്ളത് കൊണ്ട് അത് നീണ്ടുപോയാൽ പോരാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ജീവിതത്തിൽ അറിവുണ്ടാകണം, ആനന്ദമുണ്ടാകണം. ഈ അറിവും ആനന്ദവും കൊണ്ട് ജീവിതം ധന്യമായി തീരുകയും വേണം. അറിവും ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ 100 വർഷം ജീവിക്കുക എന്ന് മാത്രമല്ല, അറിവും ആനന്ദവും കൊണ്ട് ജീവിതം ധന്യമായി തീരണം. അതുകൊണ്ടാണ് പറയാറുള്ളത്, എത്ര നാൾ ജീവിച്ചു എന്നതിന് പ്രാധാന്യമില്ല, എങ്ങനെ ജീവിച്ചു എന്നതിനാണ് പ്രാധാന്യം. 100 വർഷം ആയുസ്സുണ്ടെങ്കിലും പുകഞ്ഞുകൊണ്ട് ജീവിക്കലല്ല ജീവിതം. ഒരു നിമിഷത്തെ ആയുസ്സേ ഉള്ളെങ്കിലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കലാണ് ജീവിതമെന്ന് ആചാര്യന്മാർ പറയുന്നത് ഈ ഉപനിഷത്ത് സന്ദേശത്തിൻ്റെ ഭാഗമാണ്. ഉപനിഷത്ത് നൽകുന്ന സന്ദേശം അതാണ്. മാത്രമല്ല, ഈ ഉല്ലാസത്തോടെയും ജീവിതത്തിൽ ഉല്ലാസത്തോടെയും ആനന്ദത്തോടെയും ജീവിക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അസ്തിത്വത്തെപ്പറ്റി ബോധമുണ്ടാകണമെന്നാണ്. ഞാൻ ആരാണ്? ഒരു പണ്ഡിതന്മാർ ഹൂ ആം ഐ എന്ന് നമ്മൾ സ്വയം ചോദിച്ചാൽ എന്തുത്തരം കിട്ടും? നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരവൊന്നും കിട്ടില്ല. ആരാണ് ഞാനെന്ന് ചോദിച്ചാൽ ഞാൻ പേരല്ല, നാമമല്ല, ഞാൻ രൂപമല്ല, ഞാൻ ശരീരമല്ല. ഇതിനൊക്കെ കൃത്യമായ ഉത്തരം കിട്ടും. അപ്പോൾ എങ്ങനെ ജീവിക്കണം? ഉല്ലാസത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും ജീവിക്കണം. ഈ ഉല്ലാസത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ അസ്തിത്വത്തെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ അസ്തിത്വത്തെ പറ്റിയുള്ള ബോധം ഉണ്ടാകണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ബോധമില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജീവിതയാത്രയിൽ ഇടറിയും നിരാശപ്പെട്ടും മറിഞ്ഞു വീണും ഉയരാൻ സാധിക്കാതെയും ജീവിക്കേണ്ടി വരും. പലപ്പോഴും ജീവിതം നോക്കൂ, ഉപനിഷത്ത് നമ്മളെ ഉദ്ബോധിപ്പിക്കേണ്ടത് നിങ്ങൾ എങ്ങനെ ഈശ്വരഭജനം ചെയ്യാമെന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങനെ ജീവിക്കാമെന്നുള്ളതാണ്. മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന സകല ദൗർബല്യങ്ങളെയും അതിജീവിച്ച് ഊർജ്ജസ്വലമായിട്ട് എങ്ങനെ അവനവൻ്റെ ജീവിതം കൊണ്ടുപോകാം എന്നതിനെപ്പറ്റിയാണ് ഉപനിഷത്ത് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് ആനന്ദത്തെപ്പറ്റി പറയുന്നു. രസോ വൈസ രസം ഹെവായം ലബ്ധ്വാനന്ദി ഭവതി കോ ഹ്വേവാന്യാദക പ്രാണ്യാത് യഥേഷ ആകാശോ ആനന്ദന സ്യാത് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ പരമപുരുഷനായിരിക്കുന്ന ചൈതന്യം ആനന്ദം തന്നെയാണ്. ആ ആനന്ദം കിട്ടുന്നവരും ആരായിത്തീരുന്നു? ആനന്ദരായിത്തീരുന്നു എന്നാണ്. ഇവിടെ സ്വതസിദ്ധമായിരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് സന്തോഷമാണ്, പൂർണ്ണതയാണ്. അത് അനുഭവിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ആനന്ദത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും മുക്തരാകുന്നില്ല. അതിങ്ങനെ നിരന്തരം മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുക. കാരണം ഈ ആനന്ദമില്ലായിരുന്നുവെങ്കിൽ, ഈ ശ്ലോകം തന്നെ പറയണത്, ഈ ആനന്ദമില്ലായിരുന്നുവെങ്കിൽ ആരൂടെ ജീവിക്കുന്നില്ല, ആരും ശ്വസിക്കുന്നുമില്ല. ആരൂടെ ജീവിക്കുന്നുമില്ല, ആരൂടെ ശ്വസിക്കുന്നുമില്ല എന്നാണ്. ഈ ലോകത്തെ നോക്കിയാൽ നമുക്കൊരു കാഴ്ച കാണാം. ഈ ലോകത്തിൽ 2 വിഭാഗത്തിൽപ്പെട്ടവർ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നാണ്. ഭാഗവത്തിൽ അത് പറയുന്നുണ്ട് 3-ാമത്തെ സ്കന്ധത്തിൽ. യശ മൂഢതമേ ലോകേ യശ ബുദ്ധേ പരം ഗതം താവുഭോ സുഖമേധേത ക്ലിശ്യന്ത തരുതോ ജനഹ എന്ന് വിശേഷിപ്പിക്കുന്നു. 2 തരത്തിലുള്ളവർ ഈ ലോകത്തിൽ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. ഒന്ന് പറയുന്നത് ഈ പരമഹംസന്മാരായിട്ടുള്ളവർ. പരമഹംസന്മാർ വെച്ചാൽ മനസ്സിനെ അതിക്രമിച്ച് മനസ്സിന് അതീതമാണ് ചൈതന്യമെന്ന ബോധത്തിൽ എത്തിച്ചേർന്നവരെന്താകുന്നു? ആനന്ദത്തോടു കൂടിയിരിക്കുന്നു. രണ്ടാമത് പമ്പരവിഡ്ഢികളും ആനന്ദത്തോടു കൂടിയിരിക്കുന്നു. 2 വിഭാഗത്തിൽ ശരിയല്ലേ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്തിൽ ഒന്ന് പരമഹംസന്മാരും ആനന്ദത്തോടു കൂടിയിരിക്കുന്നു, 2 പമ്പരവിഡ്ഢികളും ആനന്ദത്തോടു കൂടിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽപ്പെട്ടവരാണ് കൂടുതൽ ക്ലേശം, ടെൻഷൻ അനുഭവിക്കുന്നത്. ആരാണ്? ഇതിൻ്റെ ഇടയിലുള്ളവരാണ്. ടെൻഷൻ അനുഭവിച്ച് ജീവിക്കാനുള്ളതെന്നോ ജീവിതമൊന്നുമല്ല. ഈ ടെൻഷൻ നമ്മുടെ വികാരങ്ങളിലൊന്നാണല്ലോ ടെൻഷൻ എന്ന് പറയുക, ക്ലേശം എന്ന് പറയുന്നത്. അനുഭവിച്ച് ജീവിക്കലാണോ ജീവിതം എന്ന് വെച്ചാൽ ജീവിതം അല്ലെന്നാണ് പറയുക. അപ്പോൾ നമ്മളെല്ലാം ജീവിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നാമരൂപാത്മകമായ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിന് നാമമുണ്ട്, ഈ ലോകത്തിന് രൂപമുണ്ട്. അപ്പോൾ ഈ നാമരൂപാത്മകമായിരിക്കുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ
നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മളെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നു. ബാധിക്കുന്നതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശരീരം ഞാനാണ് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് തോന്നുന്നു. അതുകൊണ്ട് ജ്ഞാനികൾ പറയാറുണ്ട്, നമ്മൾ സംസാരത്തിൽ ഇരുന്നോളൂ, പക്ഷേ സംസാരം നമ്മുടെ ഉള്ളിലിരിക്കരുത്. ഏറ്റവും ലളിതമായൊരു ഉദാഹരണം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, വള്ളം വെള്ളത്തിൽ കിടക്കട്ടെ, പക്ഷേ വെള്ളം വള്ളത്തിൽ കയറരുത്. നല്ല ഇഷ്ടമാണ്. ഇപ്പം ലോകത്ത് ജീവിക്കുക, വള്ളം വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വെള്ളം വള്ളത്തിലായാലും എന്താ പ്രശ്നം? വള്ളം മുങ്ങിപ്പോയി. ഇത് പറയുകയാണ് നമ്മുടെ ജീവിതം. ഈ ലോകത്ത് നാമരൂപാത്മകമായ പലതും കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, ബന്ധമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിതിൽ ഇതെല്ലാം എനിക്ക് വരുന്നതാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദൗർബല്യം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഉപനിഷത്തിനെ പറ്റി ഏറ്റവും അധികം, ശങ്കരാചാര്യസ്വാമികളുടെ കാലത്തിന് ശേഷം ഉപനിഷത്ത് സന്ദേശം ലോകം മുഴുവൻ പ്രവഹിപ്പിച്ച മഹാത്മാവ് വിവേകാനന്ദ സ്വാമിയാണ്. ആചാര്യസ്വാമികൾ ഭാഷ്യമൊക്കെ രചിച്ച് ദശോപനിഷത്തുകളുടെ ക്രമികമായ ഭാവമൊക്കെ രചിച്ചതിന് ശേഷം എത്രയോ കാലത്തിന് ശേഷം ഉപനിഷത്തിൻ്റെ മഹത്തായ സന്ദേശത്തെ ലോകത്തിലേക്ക് പ്രവഹിപ്പിച്ചത് വിവേകാനന്ദ സ്വാമിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുകയാണ്, ഉപനിഷത്തുകളുടെ ഓരോ താളും കരുത്ത് 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 എന്നാണ് പറയുക. അല്ലാതെ അയ്യോ, സാധാരണ ലോകത്തിൻ്റെ സ്വഭാവം എന്താ? ലോകത്തിൻ്റെ സ്വഭാവം കരയുന്ന ആളുടെ കൂടെ കരയുന്നവരെ ആൾക്കാർക്ക് ഇഷ്ടം. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടെ വന്ന അയ്യോ സാരമില്ല പോട്ടെ കഷ്ടം എന്ന് പറയുന്ന ആളാണ് ഇഷ്ടം. എന്തിനാ കരയണമെന്ന് ചോദിക്കുന്ന ആളെ ഇഷ്ടമല്ലെന്ന്. ലോകത്തിൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ ഉപനിഷത്തിൻ്റെ ഓരോ താളും എന്താ പറയുക? കരുത്ത് കരുത്ത് കരുത്ത്. അദ്ദേഹം സ്വാമിജി പറയാണ്, ഉപനിഷത്തിൻ്റെ ഓരോ താളും എന്നോട് പറയുന്നത് എന്താണ്? കരുത്ത് കരുത്ത് കരുത്തെന്ന് പറയുന്നു. കാരണം എന്താ വെച്ചാൽ ഉപനിഷത്ത് പറയുന്ന സന്ദേശം എന്താ? മനുഷ്യ, നീ ദുർബലനാകരുതോ. ഒരിക്കൽ അദ്ദേഹം അമേരിക്കയിലെ ഒരു പ്രഭാഷണ ഡെട്രോയിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തൻ്റെ മുമ്പിലെ സദസ്സിൽ കൂടിയിരുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരാണ്, ഭൂരിപക്ഷം പേര്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചത് പച്ചക്കള്ളമാണ്. എങ്ങനെ? പാരമ്പര്യമായിട്ട് തലമുറകളോളം വിശ്വസിച്ചത് പച്ചക്കള്ളാണ്. എന്താണെന്നും പറഞ്ഞില്ലേ? നിങ്ങൾ ഇത്രയും നാളുടെ നിങ്ങളുടെ വിശ്വാസം, ഇപ്പോൾ നടക്കുന്ന വിശ്വാസവും കള്ളമാണ്, ശുദ്ധ നുണയാണ്. അവർ ചോദിച്ചു, എന്താ സ്വാമി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദുർബലരാണെന്നും നിങ്ങൾ പാപികളാണെന്നുമുള്ള നിങ്ങളുടെ ഈ വിശ്വാസമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പാപം. നിങ്ങൾ ദുർബലനാണെന്നും നിങ്ങൾ പാപികളാണെന്നുമുള്ള നിങ്ങളുടെ പാരമ്പര്യ വിശ്വാസം, എങ്ങനെ? അത് പാരമ്പര്യമായിട്ട് വന്നതാണ്, അവരുടെ വിശ്വാസകർമ്മത്തിൻ്റെ ഭാഗമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പാപം. അപ്പോൾ ഇവിടെ ഉപനിഷത്ത് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അഭി എന്നാണ്, ഭയപ്പെടരുതെന്നാണ് പറയുക. ഭയത്തിൽ അതിജീവിക്കാനാണ് പറയുക. കാരണം മനുഷ്യരോട് പറയുന്നു, നീ ദുർബലനാകരുത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ദൗർബല്യം ഇല്ലേ? ഉണ്ട്, ശരിയാണ്, നമുക്കെല്ലാം ദൗർബല്യമുണ്ട്. പക്ഷേ ഒരു ദൗർബല്യത്തിന് മറ്റൊരു ദൗർബല്യം കൊണ്ട് പരിഹാരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ദൗർബല്യനാകരുതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ദൗർബല്യം ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ഒരു ദൗർബല്യനാകുന്ന ഒരാൾ ഒരു ദൗർബല്യത്തിന് മറ്റൊരു ദൗർബല്യം കൊണ്ട് പരിഹാരം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടാകില്ല. ഒന്ന് പറയുന്നത്, പാപം പാപത്തെ ഇല്ലാതെയാക്കി തീർക്കുന്നില്ല, ദുർബലത ദുർബലതയെ ഇല്ലാതെയാക്കി തീർക്കുന്നില്ല. ദുർബലതയ്ക്ക് എന്തു തന്നെ വേണം? ബലം തന്നെ ആവശ്യമാണ്. ലോകത്തിൽ മനുഷ്യൻ എന്താണ്? അതുകൊണ്ടാണ് ഉപനിഷത്ത് നിർഭയം എന്ന പദം വീണ്ടും വീണ്ടും പ്രയോഗിച്ചതെന്ന്. അഭി 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 എന്ന് പറയുന്നു. ഭയമില്ലാതെ, നിർഭയമെന്ന് വീണ്ടും വീണ്ടും പ്രയോഗിച്ച ലോകത്തിലെ ഒരേ ഒരു സാഹിത്യം ഉപനിഷത്താണെന്ന്. അഭി അഭി. മനുഷ്യനെ ഇത്രയധികം ഉദ്ബോധിപ്പിക്കുന്ന ഒരു സാഹിത്യം ലോകത്തിലില്ല. മാത്രമല്ല, തൻ്റെ അസ്തിത്വം, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ അസ്തിത്വം, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ബോധിച്ചാൽ മനസ്സിലാകും, ഞാൻ ശരീരമാണോ എന്ന് ചോദിച്ചാൽ അല്ല, മനസ്സാണോ എന്ന് ചോദിച്ചാൽ അല്ല, ബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരു സന്ദർഭം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പോയി വന്നു എടുത്തു കൊടുത്തു എന്ന് പറയണത് എന്താ? ഞാൻ എന്ന ശബ്ദം ഉപയോഗിച്ച് പറയാം. ഞാൻ പോയി, ഞാൻ എടുത്തു, ഞാൻ കൊടുത്തു, ഞാൻ വന്നു, ഞാൻ കേട്ടു, ഞാൻ കണ്ടു എന്നൊക്കെയാണ് പറയാം. അപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ ജോലി, എൻ്റെ സൗന്ദര്യം, എൻ്റെ ആരോഗ്യം എന്ന് സാധാരണ പറയാം.
പക്ഷേ ഈ നമ്മുടെ ശരീരത്തിനൊരു വേദന വന്നാൽ നമ്മൾ എന്ത് പറയും? ഞാൻ പോയി, ഞാൻ എടുത്തു, ഞാൻ കൊടുത്തു, ഞാൻ വാങ്ങി, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്ന് പറയുന്ന അതേ ആള് തൻ്റെ ശരീരത്തിലെ ശിരസിനൊരു വേദന വന്നാൽ എന്താ പറയുക? ഞാൻ വേദനിച്ചു എന്ന് പറയുമോ എൻ്റെ തല വേദനിച്ചു എന്ന് പറയുമോ? ഇവിടെയാണ് ഞാനും ശരീരവും രണ്ടാണെന്ന ബോധം നമ്മളെ. ശരീരത്തിന് വേദന ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് നമ്മളെ ബോധിപ്പിക്കും. കാരണം വേദന ആർക്ക് ബാധകമല്ല? ആത്മചൈതന്യത്തിന് ബാധകമല്ല, ഇതൊന്നും ബാധകമല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ അസ്തിത്വം എന്താണ്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയങ്ങളല്ല, ആത്മാവാണ്. കാരണം അതുകൊണ്ടാണ് എൻ്റെ തല വേദനിച്ചു, എൻ്റെ കാലിന് വേദന, എൻ്റെ കൈക്ക് വേദന. അപ്പോൾ ഈ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ശരീരത്തിൻ്റെ തലയ്ക്ക് വേദന. നേടിയെടുക്കുമ്പോൾ അങ്ങനെയല്ല പറയാം. എടുക്കുമ്പോൾ ഞാൻ പോയി, ഞാൻ എടുത്തു, ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ നമ്മളെ വേർതിരിച്ച് കാണിക്കും. ആത്മാവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടേണ്ട. ആത്മാവിനത് ബാധകമല്ല. ദാഹമുണ്ടോ? ഗീതയിൽ പറയണില്ലേ, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക. ഇത് ദഹിപ്പിക്കാൻ സാധിക്കേണ്ടതാണോ? അല്ല. അല്ലെങ്കിൽ ഒഴുകിക്കളയാൻ സാധിക്കേണ്ടതാണോ? അല്ല. ഒന്നും സാധിക്കുന്നതല്ല എന്നാ. അപ്പോൾ തൻ്റെ അസ്തിത്വം, നമ്മുടെ എല്ലാം അസ്തിത്വം എന്ന് പറയുന്നത് ഞാൻ ശരീരമല്ല, മനസ്സല്ല, പ്രാണനല്ല, പിന്നെയോ നിത്യനായ ആനന്ദമാണ്. 5 കോശങ്ങളോടുകൂടിയിരിക്കും നമ്മുടെ ശരീരം. ഒന്ന് ഏറ്റവും പുറമേ കാണുന്ന ഈ ആവരണം, ഇതിൻ്റെ പേര് ഫിസിക്കൽ ബോഡി, അന്നമയ കോശം. ആഹാരം കൊണ്ടുണ്ടായതും ആഹാരത്താൽ നിലനിൽക്കുന്നതും ആഹാരമില്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്നതുമായ അന്നമയ കോശം. പിന്നീട് അതിൻ്റെ ഉള്ളിൽ മനോമയ കോശം, മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളും കൂടി കൂട്ടിക്കോണം. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക്, കയ്യ്, കാല്, വാക്ക്, പായുപസ്ഥം. അതിൻ്റെ ഉള്ളിൽ എനർജി, പ്രാണമയ കോശം. അതിൻ്റെ ഉള്ളിൽ വിജ്ഞാനമയ കോശം, പിന്നീട് ആനന്ദമയ കോശം. ഈ പഞ്ചകോശങ്ങൾക്ക് ഉള്ളിലാണ്, അപ്പുറത്താണ് ഞാൻ. ഈ പഞ്ചകോശങ്ങൾക്കുള്ളിലാണ് ഞാൻ എന്നുള്ള തത്വം നമ്മളെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തത്വമാണ്, അല്ലെങ്കിൽ ഈ ചേതനയാണ് ഞാൻ. ഇതിനെ ജ്ഞാനികൾ എന്ത് വിശേഷിപ്പിക്കുന്നു? ബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കും. ഭാഗവതം പറയണില്ലേ, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഒരേ ചൈതന്യത്തെ, നമ്മുടെ അസ്തിത്വമാകുന്ന ചൈതന്യത്തെ പരമജ്ഞാനികൾ ബ്രഹ്മമെന്ന് പറയുന്നു. ഉപാസകന്മാർ അതിനെ എന്ത് പറയുന്നു? പരമാത്മാവെന്ന് പറയുന്നു. ഭക്തന്മാരായ നമ്മളെപ്പോലെയുള്ളവരെന്ത് പറയുന്നു? ഭഗവാൻ, ഭഗവതി എന്ന് പറയുന്നു. അപ്പോൾ ഈ അസ്തിത്വമാണ് നമ്മുടെ ബലം. അപ്പോൾ ജീവിതത്തിൽ നിരന്തരം ലോകത്തിൽ എന്ത് നോക്കി, ലോകത്തിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ശ്രേയസ്സും പ്രേയസ്സും എന്ന് 2 ഭാവങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തിൽ എന്ത് നോക്കിയാലും ഭയമാണ്. ഒരു ശ്ലോകം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഭോഗേ രോഗഭയം, കുലേ ചുതിഭയം, വിത്തേ നൃപാലാത് ഭയം, മാനേ ദൈന്യഭയം, ബലേ രിപുഭയം, രൂപേ ജരായാം ഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താത് ഭയം, സർവം വസ്തു ഭയാന്വിതം ഭൂമിതൃണാം വൈരാഗ്യമേവ അഭയം. നോക്കൂ, ലോകത്തിൽ എന്താ ഭയമില്ലാത്തത്? ഭയമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ലോകത്തിലുണ്ടോ? നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ തന്നെ നോക്കൂ. എന്താ ഭയമില്ലാത്തത്? ഭോഗേ രോഗഭയം. ഇതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഇതൊന്നും രോഗം ഉണ്ടാകുമോ? പിന്നെ എന്താ പറയുക, കുലേ ചുതിഭയം. നമ്മൾ കുടുംബത്തോടൊക്കെ ജീവിക്കുന്നു, പക്ഷേ അത് അധപതനം ഉണ്ടാകുമോ? ഭയമല്ലേ ആദ്യം ഉള്ളിൽ വരിക, മുമ്പിൽ വരിക. പിന്നെയോ വിത്തേ നൃപാലാത് ഭയം. ധനമൊക്കെ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുമോ? ചിന്തിക്കുന്നില്ല. ഒരു വിഷയം. അപ്പോൾ നഷ്ടപ്പെട്ടു പോവോ? അല്ലെങ്കിൽ കള്ളന്മാർ കൊണ്ടുപോകുമോ? ഗവൺമെൻറ്, സർക്കാർ കൊണ്ടുപോകുമോ? പിന്നെ എന്താ, മാനേ ദൈന്യഭയം. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചെറുതായി പോകുമോ? ഞാൻ അഭിമാനത്തോടെ ജീവിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്താവും? ഞാൻ ചെറുതായി പോകുമോ? പിന്നെ ബലേ രിപുഭയം. ഞാൻ ബലത്തോടുകൂടി ഇരിക്കുന്നുണ്ട്, പക്ഷെ ശത്രുക്കൾ ഉണ്ടാകുമോ? ബലേ രിപുഭയം. രൂപേ ജരായാം ഭയം. പക്ഷേ ജര ഉണ്ടാവുമോ? നരയുണ്ടാവുമോ? ത്വക്കിന് ഉള്ള ബലമൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? പിന്നെ എന്താ, ശാസ്ത്രേ വാദിഭയം. ഈ കൂടുതൽ അറിവുള്ളവർ തന്നെ വന്ന് ഈ തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് തന്നെ പരാജയപ്പെടുത്തുമോ എന്നുള്ള ഭയം. പിന്നെ ഗുണേ ഖലഭയം. ഈ ദുർജനങ്ങളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുമോ എന്നുള്ള ഭയം.
കായേ കൃതാന്താത് ഭയം, എന്താ മരിച്ചു പോകുമോ, കാലിനെ പറ്റിയുള്ള ഭയം. ഇങ്ങനെ സർവം വസ്തു ഭയാന്വിതം ഭൂമി നൃണാം, സകലതും ഭയമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താ ഭയം ഇല്ലാത്തെന്ന് വെച്ചാൽ ഭയമില്ല. പക്ഷേ ഈ ഭയത്തെ അതിജീവിക്കാൻ എന്താ മാർഗം? അതാണ് പറഞ്ഞത്, ഭൂമിന്ദ്രണാം വൈരാഗ്യമേവ അഭയം. വൈരാഗ്യം, വൈരാഗ്യം എന്ന് വെച്ചാൽ ഭാഷയിലെ വൈരാഗ്യമല്ല, വൈരാഗ്യം വിരക്തി എന്ന് വെച്ചാൽ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള ബോധം ഉണ്ടാകുക. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഇത്രയേ ഉള്ളൂ എന്നുള്ള ബോധം ഉണ്ടായാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, വലിയ ഗുണമെന്ന് വെച്ചാൽ അത് ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എന്തെല്ലാം ലോകത്ത് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ പൊതുവായൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ പൊതുവിഷയം എന്ന് വെച്ചാൽ, എന്തെല്ലാം നമ്മുടെ സ്വന്തമാണെന്ന് ഞാൻ പറയുന്നുണ്ടോ അതെല്ലാം ഒന്നുകിൽ നമ്മളെ വിട്ടുപോകും, അല്ലെങ്കിൽ അതിനെ വിട്ടെന്ത് ചെയ്യും, നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഈ വൈരാഗ്യം വളരെ പ്രധാനമാണ്. ഗീതയിൽ അതുകൊണ്ടാണ് ഭഗവാൻ ഈ അർജുന വിഷാദ യോഗം എന്ന അധ്യായം കഴിഞ്ഞിട്ട് അർജുനൻ ചോദിക്കുന്നുണ്ടല്ലോ, മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും? രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്, അഭ്യാസം, വൈരാഗ്യം. ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എനിക്ക് പുതുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. അഭ്യാസവും വൈരാഗ്യവും ഉള്ളൂ എന്ന്. അപ്പം ലോകത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന അത്രത്തോളം കാലം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വീര്യം പകരുന്ന ശക്തി, ലോകത്തിനെ ഉദ്ദീപിപ്പിക്കുന്ന ബലപ്പെടുത്താനുള്ള കരുത്ത് ആണ് ഉപനിഷത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകണത്. ഉപനിഷത്ത് എന്താ പറയുക? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാ നിബോധത എന്നുദ്ബോധിപ്പിക്കുന്നു. എന്നുവെച്ചാൽ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്ന് സ്വതന്ത്രരാകുമെന്നാണ് പറയാം. ഉത്തിഷ്ഠത, ജാഗ്രത, ഉണരുക, എഴുന്നേൽക്കുക, പ്രാപ്യവരാൻ നിബോധത. കാരണം വെച്ചാൽ നിൻ്റെ വിധികർത്താവ് ആര് തന്നെയാണ്? നീ തന്നെയാണ്. പലപ്പോഴും നമ്മൾ പറയുന്നു അതാണ് കാരണം, അവരാണ് കാരണം, ഇവരാണ് കാരണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മുടെ വിധികർത്താവ് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്, മറ്റൊരാളല്ല എന്ന് സ്പഷ്ടമായിട്ട് ഉദ്ബോധിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആധ്യാത്മികതയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ് ഉപനിഷത്ത് നമ്മളെ. ഭയമല്ല. നമുക്ക് ഭയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് സമാജത്തിൽ. ഭയം ആവശ്യമാണ്, ഭയം ആവശ്യമുണ്ട്. പക്ഷേ ഈ ചൈതന്യത്തെ ആശ്രയിച്ചവന് ഭയക്കേണ്ട കാര്യമുണ്ട്. ചൈതന്യത്തെ ആശ്രയിച്ചവന് ഭയക്കേണ്ട കാര്യമുണ്ടോ? പറയല്ലേ, ഭഗവാനെ ആശ്രയിച്ച ഭക്തൻ കണ്ണടച്ചോടിയാൽ മറിഞ്ഞു വീടില്ല, ഭഗവാൻ പിടിക്കുമെന്ന് പറയില്ലേ നമ്മൾ? എന്താ കാരണം? ഭഗവാനെ ആശ്രയിച്ച ആളാണ്. അപ്പം നമ്മുടെ അസ്തിത്വം എന്താണെന്ന് വെച്ചാൽ ഈശ്വരനാണ്. ഈശ്വരനെ ഇവിടെ ജ്ഞാനമെന്നും ബ്രഹ്മമെന്നും ഒക്കെ വിശേഷിപ്പിക്കും. ആത്മാ, ഈ ആത്മാ ഇല്ലെങ്കിൽ ഇതൊക്കെ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഹരിനാമകീർത്തനത്തിൽ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു ഒക്കെ നടക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ ബലം എന്താണ്? ഭാഷാപിതാവ് ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞില്ലേ, കണ്ണായ കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായതിനൊരു പൊരുൾ. ഈ പൊരുളില്ലെങ്കിൽ പിന്നെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്ത് പ്രയോജനം? ഇപ്പം കണ്ണുകൊണ്ട് കാണാം, പക്ഷെ ഡെഡ് ബോഡി കാണുന്നില്ല. ഡെഡ് ബോഡിക്ക് ഇതെല്ലാം ഉണ്ടല്ലോ, അംഗങ്ങളെല്ലാം ഉണ്ട്, ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ആന്തരിക അവയവങ്ങളും ഉണ്ട്. പക്ഷെ ചലിക്കാത്തത് എന്തുകൊണ്ടാണ്? ഉണ്മയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഉണ്മയാണ് അസ്തിത്വം. ഉണ്മയാണ് അസ്തിത്വം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഭക്തൻ പറഞ്ഞു, ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. നമ്മുടെ അച്ഛനെ അച്ഛന്ന് വിളിക്കുന്നത് അച്ഛൻ്റെ ഉള്ളിൽ ഈ ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. അച്ഛൻ നമ്മളെ മകനോ മകളെന്ന് വിളിക്കണമെന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ അസ്തിത്വം, ഇതാണ് നമ്മുടെ ബലം. ആ ബലത്തെ, നമ്മുടെ യാഥാർത്ഥ്യം, ഞാൻ എന്താണ് എന്നുള്ള നമ്മുടെ യാഥാർത്ഥ്യം മറന്നുപോയതിനെ ഓർമ്മിപ്പിക്കുകയാണ് എന്ത് ചെയ്യുക? ഉപനിഷത്ത് നമ്മുടെ മുമ്പിലേക്ക് ചെയ്യണം. ഉപനിഷത്തിൻ്റെ വിശാലമായ സന്ദേശം അവിടെയാണ്. അതിൽ നമുക്കറിയാം ദശോപനിഷത്തുകൾ, ആചാര്യസ്വാമികൾ ഭാഷണം ടീച്ചർ ദശോപനിഷത്ത്, ആ ഉപനിഷത്തുകൾ ദശോപനിഷത്തുകളെ ചുരുക്കിയതിൻ്റെ ഒരു വർണ്ണനയും കൂടി പറയാം. ഒരു ഉപനിഷത്ത് എന്താണ്? ഈശാവാസ്, ഈശോപനിഷത്താണ് ഈശാവാസ്. ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ ഉപനിഷത്തിൻ്റെയും മുഖ്യ വിഷയമായ ഏകത്വം. ഏകത്വം എവിടുന്ന് വന്നതാണ്? വേദം. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്തർക്കൊന്നും വിശ്വാസക്കുറവുണ്ടാവും. അയ്യോ, ഇവിടെ ശിവനില്ലേ, അപ്പുറത്ത് കൃഷ്ണനില്ലേ, അപ്പുറത്ത് ഗണപതി ഇല്ലേ എന്നൊക്കെ തോന്നും.
ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നുള്ളത് ആദ്യമായിട്ട് പ്രസ്താവിച്ചത് ആരാണ്? വേദത്തിലാണ്. ഏകദൈവം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് എത്രയോ 1000 കൊല്ലങ്ങൾക്ക് പഴക്കം പോലും നിശ്ചയിക്കാൻ സാധിക്കാത്ത ഋഗ്വേദത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏകം സത്. വീണ്ടും അത് ഉറപ്പിച്ചെന്താ? ഏകമേവ അദ്വിതീയം. രണ്ടില്ല. അപ്പം രണ്ടില്ലാത്ത ഒന്നിനെയാണ് നമ്മൾ പല രൂപത്തിൽ ആരാധിക്കണം. രണ്ടില്ലാത്ത ഒന്നിനെ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നായ നിന്നെ പലതായിട്ട് ആരാധിക്കുന്നു. ആരാധിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ അവിടെ എവിടെ പെട്ടുപോകരുത്? നാമത്തിലും രൂപത്തിലും പെട്ടുപോകരുതെന്നാണ് ഒരു വലിയ പ്രശ്നമാണ് സമാജത്തിൽ. നമ്മളെല്ലാം വിശ്വാസികളാണ്. നമുക്കൊരു ഇഷ്ടദേവതാഭാവങ്ങളൊക്കെ കാണും പലപ്പോഴും. പക്ഷെ ഒരു കൺഫ്യൂഷൻ ഇടയ്ക്കുണ്ടാവും. ശിവനാണോ വലുത്? വിഷ്ണുവാണോ വലുത്? സുബ്രഹ്മണ്യനാണോ വലുത്? സത്സംഗങ്ങളൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഏകത്വം നമ്മളെ ബോധിപ്പിക്കാനാണ്. ഒരേ ചൈതന്യത്തെ തന്നെ പല ഭാവത്തിൽ അങ്ങനെ ഏത് രീതിയിൽ ആരാധിക്കുന്നതിനെ തീവ്രമായ സാധനയോടുകൂടി ആരാധിക്കുക എന്നുള്ളതാണ്. ഒരേ ചേതനയെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ ഒന്നായിരിക്കുന്ന ചൈതന്യത്തെ പലതായിട്ട് ആരാധിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ആരാധിച്ചിട്ട് അവസാനം എന്തുണ്ടാകരുത്? അത് കഷ്ടമായി മാറരുത്. ഒന്നായിരിക്കുന്നതിനെ പലതായിട്ട് ആരാധിക്കുന്ന തെറ്റില്ല. പക്ഷേ ഒന്ന് തന്നെയാണ് എല്ലാം എന്നുള്ള ബോധത്തോടു കൂടി ആരാധിക്കണം. വേറെ എങ്ങും പോകണ്ട, അമ്പലങ്ങളിലൊന്നും പോകണ്ട. നമ്മളെ തന്നെ നോക്കുക. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരേ ചൈതന്യമാണ്. 10 വയസ്സുകാരൻ്റെ ഉള്ളിൽ ചെറിയ ചൈതന്യവും 80 വയസ്സുകാരൻ്റെ ഉള്ളിൽ വലിയ ചൈതന്യവും ഇല്ല. ഒരേ ചേതന ഇരിക്കുന്നു. ആ ചേതനയാണ് നമ്മുടെ ബലം. ആ ചേതനയാണ് നമ്മൾ മുമ്പിൽ ആരാധിക്കുന്നത്. അപ്പോൾ ഏകത്വം എന്ന വിശാലമായ ഉപനിഷത്തുകളുടെ മുഖ്യമായ വിഷയം എന്താണ്? ഏകത്വം തന്നെയാണ്. ഇത് ഈ ഈശോപനിഷത്ത് ഈശാവാസ്യത്തിലെ ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ ഇതിനെ വ്യക്തമാക്കുന്നുണ്ട്. ആ ഉപനിഷത്തിൻ്റെ പ്രത്യേകത അതാണ്. അടുത്ത രണ്ടാമത്തെ ഉപനിഷത്ത് കേനോപനിഷത്തിൻ്റെ കേനോപനിഷത്തിൽ എല്ലാ വ്യാപാരങ്ങളുടെയും പിന്നിലുള്ള നിത്യനായിരിക്കുന്ന ഒന്നിനെ ചൂണ്ടിക്കാണിക്കുക. നേരത്തെ ഹരിനാമകീർത്തനം പറഞ്ഞതാണ്, കണ്ണായ കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായതിനൊരു പൊരുൾ. നോക്കൂ, ഇപ്പം കണ്ണുകൊണ്ട് കാണുന്നു, കണ്ണുകൊണ്ട് കാണുന്നതും അറിയുന്നതും മനസ്സാണ്. ചെവി കൊണ്ട്, മനസ്സ് വളരെ പ്രബലമായ ഒരു ഉപാധിയാണല്ലോ നമ്മളെ സംബന്ധിച്ച്, അന്ധകരണങ്ങളിലൊന്നാണ്. ചെവി കൊണ്ട് കേൾക്കുന്നു, കേൾക്കുന്നതിനെ അറിയുന്നത് മനസ്സാണ്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയുന്നതിനെയും അനുഭവിക്കുന്നതിൻ്റെ എല്ലാം കേന്ദ്രമായിട്ടുള്ള ഒന്നുണ്ട്, ഒരു നിത്യസ്വരൂപം. അതാരാണ്? അകത്തിരിക്കുന്ന ചൈതന്യമാണ്. അത് കണ്ണായ കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായതിനൊരു പൊരുൾ. ഈ പൊരുളാണ് എല്ലാ വ്യാപാരങ്ങളുടെയും പിന്നിലുള്ള നിത്യനായിട്ടുള്ളത് എന്ന് ബോധിപ്പിക്കുകയാണ് കേനോപനിഷത്ത്. കഠോപനിഷത്തിലാണ് ഈ പഠിക്കുന്നവരെ, ആധ്യാത്മിക ബോധമുള്ളവരെ മോഹിപ്പിക്കുന്ന ഒരു വിശേഷണമുണ്ടെന്ന് അതിന് നചികേതസിൻ്റെ ചരിത്രം പറയണം. യേശു എന്താ പറയണത്? നിസ്സാരല്ല, മരണം. ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സാക്ഷാൽ യമദേവനോട് നചികേതസ് ചോദിച്ചു, യേയം പ്രേതേ വിജിത്സ മനുഷ്യേ അസ്ഥിത്യേകേനായം അസ്ഥിതി ചെയ്യേ ഏതദ് വിദ്യാം അനുശിഷ്ടസ്ത്വയാനം വരാണാമേഷ വരസ്തൃതി. എനിക്ക് മൂന്നാമത്തെ വരമങ്ങ് നൽകേണ്ടതെന്താ? മനുഷ്യർ മരിക്കുമ്പോൾ അവൻ പിന്നെയും ജീവിക്കുന്നു എന്ന് ചിലരും, ഇല്ലെന്നു മറ്റു ചിലരും പറയുന്നു. ആ സംശയം അങ്ങ് പറഞ്ഞു തരണം. ചോദിക്കുന്നത് യമധർമ്മനോടാണ്. യമധർമ്മൻ പറഞ്ഞു, കുഞ്ഞേ, ദേവന്മാർക്കുമുള്ള സംശയം, പക്ഷേ തൽക്കാലം പറയാൻ നിർവാഹമില്ല. എന്നിട്ട് ഭ്രമിപ്പിച്ചു. എന്താ ഭ്രമിപ്പിച്ചത്? രസകരമാണ്, വളരെ ചിന്തോദ്ദീപമായി. നചികേതസോട് പറഞ്ഞു, നിനക്ക് ഗ്രാമങ്ങൾ വേണോ, സ്ഥാനമാനങ്ങൾ വേണോ, പദവികൾ വേണോ, സ്വർണം വേണോ, ധനം വേണോ? ചോദിച്ചു, ഈ മരണം മൊത്തം ഇതൊക്കെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പറഞ്ഞു, ഈ മരണത്തെപ്പറ്റി പറയാൻ യമധർമ്മനായ അങ്ങയല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ വർണ്ണന കഠോപനിഷത്തിൽ നമുക്ക് കാണാം, സ്പഷ്ടമാണ്. അതുവെച്ചാൽ ഞാൻ മരിക്കുന്നില്ല. ഭാഗവതവസാനം എന്താ പരീക്ഷിത്ത് പറയണത്? എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ? ശുഖപുരുഷ ചോദിച്ചില്ലേ പരീക്ഷത്തെ? 7 ദിവസം കേട്ടല്ലോ ഭാഗവതം. എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ, കേൾക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്താ? സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി. എനിക്കൊന്നും കേൾക്കണ്ട, ഒന്നും അറിയേണ്ട. ഓരോ ദിവസം ഓരോ ചോദ്യം ചോദിച്ചിരുന്ന ആളാണ്.
അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, അത് നെയ്തിരുത്ത്, ഇതെങ്ങനെ, അത് പറയും, ഇത് പറയും എന്ന് പറഞ്ഞ ആളാണ് 7-ാം ദിവസം പറഞ്ഞ സിദ്ധോസ്മി അനുഗ്രഹീതോസ്മിഹി എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ നചികേതസിൻ്റെ വിശേഷമായ ചരിത്രം കഠോപനിഷത്തിൽ വർണ്ണിക്കുന്നു. പ്രശ്നോപനിഷത്ത്, അടുത്ത ഉപനിഷത്ത്, അതിനകത്ത് ഈ ബ്രഹ്മവിദ്യ എന്ന് വെച്ചാൽ നിസ്സാരമായ ഞാനല്ല. ഒരു കഥ രസകരമായിട്ട് ദക്ഷിണാമൂർത്തിയായിട്ട് മഹാദേവൻ അവതരിച്ച ഒരു ചരിത്രം പറയുന്നത്. ഈ ബ്രഹ്മവിദ്യയെപ്പറ്റി പഠിക്കാൻ ജ്ഞാനികൾ പറയാറുണ്ട്, ഈ ബ്രഹ്മവിദ്യയെപ്പറ്റി പഠിക്കാൻ സനകാദി മഹർഷിമാർ ഈ ബ്രഹ്മവിദ്യ എന്താണെന്ന് അറിയണം. അതിന് അവരൊരു ഗുരുനാഥനെ അന്വേഷിച്ച് നടക്കുക. അപ്പോൾ ഈ ഗുരുനാഥനെ പറ്റി അവർക്കൊരു ഒരു മുൻവിധികളുണ്ട്. എന്ന് വെച്ചാൽ ഗുരുനാഥൻ ചെറുപ്പക്കാരനായിരിക്കണം, 2 ഗുരുനാഥൻ ബ്രഹ്മചാരി ആയിരിക്കണം. അങ്ങനെ അവർക്ക് പറ്റിയൊരു ഗുരുവിനെ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് ബ്രഹ്മലോകത്ത് ചെന്നു. അപ്പോൾ അച്ഛൻ പറ്റിയ ഗുരുനാഥനല്ല, നമസ്കരിച്ചു. അവന് വിഷ്ണു ഭഗവാനെ ഒന്ന് കാണാം, വൈകുണ്ഠത്ത് ചെന്നു. അപ്പോഴും അദ്ദേഹം പറ്റിയ ആളല്ല, നമസ്കരിച്ചു, സ്തുതിച്ചു. കൈലാസത്തിൽ ചെന്നു. കൈലാസത്തിൽ ചെന്നപ്പോൾ ഈ സാധാരണ ബ്രഹ്മദേവൻ്റെ അടുത്ത് പത്നി ഇരിപ്പുണ്ട്, ഈ വിഷ്ണു ഭഗവാന്റെ അടുത്ത് പത്നി ഇരിപ്പുണ്ട്. പക്ഷേ കൈലാസം നിലപ്പത് വ്യത്യസ്തമാണ്. മഹാദേവൻ്റെ മടിയിലാണ് ആരിയ്ക്കണത്, ദേവി ഇരിക്കണത്. അപ്പോൾ അവരുടെ എല്ലാ ആശയിലും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് പറ്റിയൊരു ഗുരുനാഥനെ കിട്ടിയില്ല. നമസ്കരിച്ചു, സ്തുതിച്ചിട്ട് തിരികെ നടന്നപ്പോൾ ഈ പാർവതി ദേവി മഹാദേവനോട് പറഞ്ഞു എന്നാണ്. എന്താ പറയുന്നത് വെച്ചാൽ, ഭഗവാനെ കഷ്ടമാണ് കേട്ടോ. കാരണം എന്താ, ഈ അങ്ങയുടെ ഭക്തന്മാരായ ഇവർ ആ ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ വേണ്ടി അവരുടെ ഉള്ളിൽ ഒരു ഗുരുനാഥനെ പറ്റി ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ സങ്കല്പത്തിൽ അങ്ങേക്കൊന്ന് പ്രത്യക്ഷപ്പെട്ടുകൂടേ എന്ന് പാർവതി പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോഴാണ് സാക്ഷാൽ മഹാദേവൻ ഇവരിങ്ങനെ വനത്തിൽ കൂടി നിരാശരായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? വൃക്ഷം വടതരോർമൂലേ വൃദ്ധാശിക്ഷ്യ ഗുരുർയുവാം ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തർക്കമുദ്രയോടുകൂടിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അപ്പോഴേ മനസ്സിലായി ഇത് ഞങ്ങൾക്ക് പറ്റിയ ഗുരുനാഥനാണ്. ബാക്കിയാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കൂ. വൃദ്ധാ ശിഷ്യ ഗുരുർ യുവ ആട്ടെ, ശിഷ്യന്മാർ വൃദ്ധരും ഗുരുനാഥൻ യുവാവുമാണ്. കാരണം ജ്ഞാനം എപ്പോഴും ചെറുപ്പാണെന്ന് ബോധിപ്പിക്കുക. എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല. ഗുരുവസ്തു മൗനം വ്യാഖ്യാനം, ഗുരു ഒന്നും പറയണില്ല, പക്ഷേ ശിഷ്യാസ്തു ഛിന്ന സംശയ, എല്ലാ സംശയം തീർന്ന. അപ്പോൾ ബ്രഹ്മവിദ്യ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ജ്ഞാനമാണ് ബ്രഹ്മവിദ്യ എന്ന് പറയാം. ഈ ബ്രഹ്മവിദ്യയെപ്പറ്റി 6 വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങളും പിപ്പലാദ മഹർഷി അവർക്ക് നൽകുന്ന മറുപടിയുമാണ്, ഉപദേശങ്ങളുമാണ് ഈ പ്രശ്നോപനിഷത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. 5-ാമത്തെ മുണ്ടകോപനിഷത്താണ്. മുണ്ടകോപനിഷത്തിൽ എന്താ പറയുക? അറിവിനെ പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും പറയും. എന്താ ഈ പരാവിദ്യയും അപരാവിദ്യ എന്ന് ചോദിച്ചാൽ, ലോകത്ത് എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമ്മുടെ അക്കാദമിക് സിലബസ് മാത്രമല്ല കേട്ടോ, ഭാഗവതം കാണാപ്പാഠം പഠിച്ചാലും, അതാണ് രസം, ഭാഗവതം കാണാപ്പാഠം പഠിച്ചാലും, ഭാരതം കാണാപ്പാഠം പഠിച്ചാലും, ഗീത കാണാപ്പാഠം പഠിച്ചാലും അതെല്ലാം എന്താണ്? അപരാവിദ്യയാണ്. പിന്നെന്താ? സ്വാനുഭവത്തിൽ വരുന്നതാണ് വിദ്യ, ജ്ഞാനം. എനിക്ക് ആനന്ദം നൽകുന്ന വിദ്യയാണ് പരാവിദ്യ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഈ പരാവിദ്യനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു അപരാവിദ്യ അവിദ്യ. എന്താ കാരണം? ലോകത്തിൽ എന്ത് അറിവ് നേടിയ മനുഷ്യൻ സംതൃപ്തിയാകുന്നുണ്ടോ? അപ്പോൾ വിദ്യ പൂർണ്ണമാണോ? അല്ലെന്നല്ലേ അർത്ഥം. ലോകത്തിൽ എന്ത് നേടിയാലും, എന്തറിവ് കിട്ടിയാലും, ലോകത്തിലെ എന്തറിവ് കിട്ടിയാലും, നമുക്ക് ഭാഗവതം വായിച്ച് പൂർണ്ണമായിട്ട് പഠിച്ച് 41 വർഷമായിട്ട് സത്രത്തിൽ പങ്കെടുക്കുന്ന ആളായിപ്പോൾ ഒരു സംതൃപ്തി ഉണ്ടോ? 41 ഭാഗവത സത്രം നടക്കുകയാണ്, 41 വർഷം ഞാൻ ഭാഗവതം പഠിച്ചിരിക്കുകയാണ്, എങ്കിട്ട് സംതൃപ്തി കിട്ടണില്ല. അപ്പം എന്താ? ഇങ്ങനെ ഈ അറിവുകളെല്ലാം അപരാവിദ്യകളാണ്. എന്നുവെച്ചാൽ ഇത് ആവശ്യം അല്ലെന്നല്ല, ഇത് ആവശ്യമാണ്. പക്ഷേ ഈ അപരാവിദ്യയിൽ കൂടി എന്തിലേക്ക് പോകണം? പരാവിദ്യ, ആനന്ദം, ശാന്തി, പൂർണ്ണത എന്ന അറിവിലേക്ക് പോകണം. അപ്പോൾ ഈ അപരാവിദ്യയും അറിവിനെ അപരാവിദ്യയെന്നും പരാവിദ്യയെന്നും
രണ്ട് തരത്തിലുള്ള അറിവിനെ പ്രതിപാദിക്കുന്ന വിഷയമാണ് മുണ്ടകോപനിഷത്തിൽ. മാണ്ഡൂക്യം. മാണ്ഡൂക്യോപനിഷത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ്റെ അനുഭവം, നമ്മുടെ എല്ലാ അനുഭവവും സാധാരണ 3 തരത്തിലാണ്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഉണർന്നിരിക്കുക, ഉറങ്ങിക്കിടക്കുക, സ്വപ്നം കാണുക. ഈ 3 അവസ്ഥകളാണ് സാധാരണ നമ്മൾ അനുഭവിക്കണം. ഈ 3 അവസ്ഥയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് അനുഭവം. പക്ഷേ ഇതിനപ്പുറത്തേക്കൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് തുരീയമെന്ന് പറയുന്ന അവസ്ഥ, ആനന്ദമെന്ന് പറഞ്ഞ അവസ്ഥ. ആത്മതത്വത്തെ പ്രതിപാദിക്കുന്ന ജാഗ്രത, സുഷുപ്തി, സ്വപ്നം. ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, സുഖമായി ഉറങ്ങുക എന്നീ 3 അവസ്ഥയ്ക്കും അപ്പുറമുള്ള ആത്മസാക്ഷാത്കാരത്തെ വർണ്ണിക്കുന്നതാണ് മാണ്ഡൂക്യം. ഈ മാണ്ഡൂക്യ ഉപനിഷത്തിലാണ് 4 മഹാവാക്യങ്ങളൊരു വാക്യം അയം ആത്മാ ബ്രഹ്മ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എവിടെയാണ്? മാണ്ഡൂക്യ ഉപനിഷത്തിലാണ്. അടുത്ത ഉപനിഷത്ത് തൈത്തിരീയ ഉപനിഷത്താണ്. തൈത്തിരീയത്തിലെന്താ? ഈ പഞ്ചകോശങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അന്നമയകോശം, മനോമയകോശം, പ്രാണമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഈ പഞ്ചകോശങ്ങളെ വിശദീകരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ അനുഭൂതിയെ എവിടെ കാട്ടിത്തരുന്നു? തൈത്തിരീയ ഉപനിഷത്ത് കാട്ടിത്തരും. ഇതൊന്നും അല്ല ശരീരം കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുഖമൊന്നുമല്ല സുഖം. സ്പർശസുഖമോ ദർശന സുഖമൊന്നും അല്ല സുഖം. അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്തൊരു സന്തോഷമുണ്ട്. ലോകത്തിലെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ നോക്കൂ, സുഖം നൽകുന്ന, ഇന്ന് സുഖം നൽകുന്ന വസ്തു നാളെ സുഖം നൽകില്ല. നമ്മൾ ഞാൻ ഇന്നതിനെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ എത്ര നാൾ കാണും? എത്ര നാൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും? ഇന്നതിനെ സ്പർശിക്കണത് ഇഷ്ടമാണ്. പക്ഷെ എത്ര നാൾ സ്പർശിച്ചാൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും? സ്ഥിരമല്ല. ലോകത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഈ യഥാർത്ഥത്തിൽ ഈ പഞ്ചകോശങ്ങളെ വിശദീകരിച്ചിട്ട്, പഞ്ചകോശങ്ങൾ പുറമേക്കുള്ള ശരീരം, അതിനുള്ളിൽ മനസ്സ്. നോക്കൂ, നമ്മുടെ എല്ലാ ആവരണങ്ങളാണിത്. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിനെ മറച്ചിരിക്കുന്ന ആവരണങ്ങൾ കൊണ്ട് പഞ്ചകോശങ്ങളെ വിശദീകരിച്ചിട്ട് ഉള്ളിലെ അനുഭൂതിയെ കാട്ടിത്തരുന്നു. ബ്രഹ്മവിത് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുമെന്ന് പറയുകയാണ് അവിടെ. അടുത്തത് ഐതരേയകമെന്ന ഉപനിഷത്താണ്. ഐതരേക ഉപനിഷത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ആത്മസ്വരൂപത്തിൽ കൂടി ബ്രഹ്മത്തിൻ്റെ ഭാവം അനുഭവിക്കുക. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം. എവിടെയാണ്? ഐതരേക ഉപനിഷത്തിലാണ്. പ്രജ്ഞാനം ബ്രഹ്മ. ശുദ്ധമായ ബോധമാണ് ബ്രഹ്മം. ശുദ്ധമായ ബോധം എന്ന് വെച്ചാൽ അറിവ്, ജ്ഞാനമെന്നർത്ഥം. ഈ ബ്രഹ്മം എന്ന് വിശദീകരിക്കുകയാണ് ഐതരേയം. 9ാമത്തെ ഉപനിഷത്ത് ചാന്തോഗ്യ ഉപനിഷത്താണ്. ചാന്തോക്യ ഉപനിഷത്തിലാണ് ശ്വേതകേതുവിനെ പറ്റി, അതേപോലെ നാരദ മഹർഷി, സനത്കുമാര മഹർഷി, അതേപോലെ തന്നെ സത്യകാമൻ, ആരുണി എന്നിവരെയൊക്കെ വർണ്ണിക്കുന്നത് ഈ ചാന്തോക്യത്തിലാണ്. ശ്വേതകേതുവിൻ്റെ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ശ്വേതകേതു പഠിച്ചു, അറിവെല്ലാം നേടി, ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച് ഒരു 10, 16, 18 വർഷം പഠിച്ച് കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഗുരുദക്ഷിണയെ കൊടുത്തിട്ട് വന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവിൻ്റെ പ്രത്യേകിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അറിവ്, ലോകത്തിലെ അറിവാകട്ടെ ആത്മജ്ഞാനമാകട്ടെ, അറിവ് തനിക്ക് പ്രയോജനപ്പെടണം, മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാണ്. അറിവിൻ്റെ ഒരു പ്രത്യേകത, അറിവ് നമുക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നെ അറിവ് നേടിയിട്ട് എന്ത് കാര്യം? അപ്പോൾ ഇദ്ദേഹം ഈ പഠിച്ച് കുറേ കാലം കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് വന്ന് വീട്ടിൽ വെറുതെ ഇരിപ്പ, ഒന്നും ചെയ്യണില്ല. അച്ഛൻ കാണുന്നുണ്ട്, നോക്കുമ്പോൾ എടേ പഠിച്ചു വന്നത്, ഞാൻ പഠിച്ചു വന്ന ഭാവത്തോടു കൂടി ഇരിക്കുന്നല്ലാതെ അയാൾക്കും പ്രയോജനമില്ല, മറ്റൊരാൾക്കും പ്രയോജനം. കുറച്ച് ദിവസം അച്ഛനിങ്ങനെ നോക്കി കഴിഞ്ഞ് ഒരു ദിവസം അച്ഛൻ മോനെ വിളിച്ചു. എന്താണ്? ശ്വേതകേതോ. എന്താ അച്ഛാ? വിളി കേട്ടു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, കുഞ്ഞെ നീ എല്ലാം പഠിച്ചോ? പഠിച്ചു അച്ഛാ. ഇനി എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഒന്നുമില്ല അച്ഛാ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരുമോ? തരാ അച്ഛാ. എന്താ ചോദ്യം ചോദിച്ചത്? അച്ഛൻ ചോദിച്ചു, കുഞ്ഞേ, യാതൊന്നിനെ അറിഞ്ഞാലാണോ മറ്റൊന്നും അറിയേണ്ടാത്തത്, ആ അറിവിനെ നീ അറിഞ്ഞിട്ടുണ്ടോ? പെട്ടുപോയി. ചെറിയും പഠിച്ചു, സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ട്, 1ാം റാങ്കൊക്കെ ആയിരുന്നു. കാര്യമുണ്ടോ? ഒരു കാര്യം. കാരണം യാതൊന്നിനെ അറിഞ്ഞാലാണോ മറ്റൊന്നും അറിയേണ്ടാത്തതിന് അതിനെ നീ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉത്തരം നൽകാൻ സാധിച്ചില്ല. അവിടെയാണ് തൻ്റെ അറിവ് പരിമിതമാണെന്ന് ആർക്ക് ബോധ്യപ്പെട്ടു. ഈ ശ്വേതകേതുവിൻ്റെ, അതേപോലെ നേരത്തെ പറഞ്ഞ നാരദ മഹർഷി, സത്യകാമൻ, ആരുണി എന്നീ സത്യനിഷ്ഠന്മാരെയും മഹാത്മാക്കളുടെയും ചരിത്രം ഗുരുശിഷ്യ സംവാദത്തിൽ കൂടി സത്യത്തെ
തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഛാന്തോക്യോപനിഷത്ത്. ഛാന്തോക്യോപനിഷത്തിൻ്റെ പ്രതിപാദ്യ വിഷയമാണ് തത്വമസി. ഛാന്തോക്യോപനിഷത്തിൻ്റെ മഹാവാക്യമാണ്. നമുക്ക് 4 മഹാവാക്യങ്ങളാണല്ലോ, 3 പറഞ്ഞു. അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി. തത്വമസി എന്ന വാക്യമാണ് എവിടെ വെച്ചിട്ടുള്ളത്? ശബരിമലയിൽ. ശബരിമലയിൽ അധികാരികളൊന്നും വെച്ചതല്ല കേട്ടോ. സാക്ഷാൽ ചിന്മയാനന്ദ സ്വാമി എവിടെ ചെന്നപ്പോൾ പറഞ്ഞതാണ്, ഇവിടെ പറ്റിയതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചതാണ്. അല്ല, അധികാരികൾക്ക് ബോധമുണ്ടായിട്ട് ആത്മജ്ഞാനം ഉണ്ടായിട്ട് തത്വമസി എന്താ പറയുക, ശബരിമല തത്വമസി എന്ന് ഇരിക്കട്ടെ എന്ന് വെച്ചൊന്നുമല്ല. അപ്പോൾ തത്വമസി എന്ന് പറഞ്ഞ അത് നീയാകുന്നു എന്ന മഹാവാക്യം എവിടെയാണ്? ശാന്തോക്യോപനിഷത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളതെന്ന. ഇനി അവസാനത്തെ ഉപനിഷത്ത് ബൃഹദാരണ്യകം. അവസാനത്തെ ഉപനിഷത്ത് 10 ഉപനിഷത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ബൃഹദാരണ്യകം. ബൃഹദാരണ്യകത്തിൽ എന്തെന്ന് വെച്ചാൽ യാജ്ഞവൽക്യൻ, ജനകൻ. യാജ്ഞവൽക്കെന്ന് കേട്ടാൻ സാധ്യത കുറവാണെങ്കിൽ ജനകനെ പറ്റി കേട്ടുകണം. ജനകൻ ആരാണ്? മിഥിലാധിപതിയാണ്. അവരുടെ പ്രത്യേകത എന്താ? ആ പരമ്പര മൊത്തം അങ്ങനെ തന്നെയാണ്. ഭാഗവതത്തിലെ ശ്രീശുകബ്രഹ്മർഷി അദ്ദേഹം വിദ്യയൊക്കെ അഭ്യസിച്ചിട്ട് അദ്ദേഹത്തിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. അച്ഛൻ ദേവീഭാഗവത്തിൽ പറയുന്നു. അപ്പോൾ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല അച്ഛൻ എത്ര കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടതെന്നൊക്കെ ചോദിച്ചു. ജ്ഞാനോപദേശത്തിന് വേണ്ടി ജനകൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അദ്ദേഹം ബ്രഹ്മവിദ് ആണെന്ന് പറഞ്ഞു. ബ്രഹ്മവിദ് എന്ന് പറഞ്ഞു. ശിശുകുരുമർഷി ചോദിച്ചിടാ, കല്യാണം കഴിച്ച രാജാവായിരിക്കുന്ന, പ്രജകളെ ശിക്ഷിക്കുന്ന, അല്ല കള്ളന്മാരെ ശിക്ഷിക്കുന്ന, പ്രജകളെ ഭരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഭേദഭാവന ഇല്ലാത്ത ബ്രഹ്മജ്ഞാനിയായി മാറണത്? ഈ സംശയം കൊണ്ട് സഞ്ചരിച്ചു എന്നാണ് അദ്ദേഹം. ഈ സംശയം കൊണ്ട് സഞ്ചരിച്ചു. എവിടെ? 3 വർഷം കൊണ്ട് മിഥിലയിലേക്ക് സഞ്ചരിച്ചു എന്നാണ് പറയാം. മഹാജ്ഞാനിയാണ്. ആ മഹാജ്ഞാനിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രം അത് യാജ്ഞവൽക്യൻ്റെ പത്നി മൈത്രേയി. നോക്കൂ, സ്ത്രീ എന്ന് പറഞ്ഞ വ്യക്തിത്വഭാവത്തിന് വളരെയധികം പ്രാധാന്യം ധർമ്മശാസ്ത്രം എക്കാലത്ത് നൽകിയിരുന്നു. സ്ത്രീ എന്ന് പറഞ്ഞ ഭാവത്തെ ഉപഭോഗ വസ്തുവായിട്ടോ, പുരുഷൻ താലി കെട്ടി പുരുഷൻ്റെ അടിമയായിട്ടും വീട്ടിലെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുവായിട്ടോ നമ്മുടെ ആചാര്യന്മാർ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഈ വേദാന്തമായിരിക്കുന്ന ഉപനിഷത്തിൽ തന്നെ എന്ത് പറയുന്നു? ഈ മൈത്രേയി, മഹാദാർശനികയായിരിക്കുന്ന ഗാർഗി, ഇവരുടെയൊക്കെ വർണ്ണന, ഇവരുടെ ജ്ഞാനം. അപ്പോൾ ദാർശനികമായ വിചാരങ്ങളും ആത്മബോധവും അതോടൊപ്പം മനുഷ്യനിലുള്ള ദിവ്യത്വത്തിനെയും പ്രപഞ്ച ഐക്യത്തെപ്പറ്റിയും ഇവിടെ പ്രതിപാദിക്കുന്നു. ബൃഹദാരണ്യകോപനിഷത്തിൽ പ്രതിപാദിക്കുന്നു. അവിടെയാണ് അഹം ബ്രഹ്മാസ്മി. ബൃഹദാരണ്യകത്തിലാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം നൽകിയിട്ടുള്ളത്. ബൃഹദാരണ്യകോപനിഷത്താണ്. അപ്പോൾ നിർഭയം, ചില ആരെ ബ്രഹ്മത്തെ നിർഭയം അനുഭവിക്കണമെന്ന ഭയമില്ലാതെ, ആരെ? ഈശ്വരനെ. ബ്രഹ്മത്തെ നമ്മളെന്ന് വിളിക്കുന്നു? ഈശ്വരൻ എന്ന് വിളിക്കുന്നു. ഈശ്വരനെ ഭയത്തോടെ സമീപിക്കേണ്ട ആളാണോ? അല്ല. നിർഭയം. കാരണം എന്താ? ആ ഈശ്വരൻ എവിടെ തന്നെ ഇരിക്കുന്നു? നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. അതായത് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നു, നമ്മൾ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്നു. ആ സന്ദർഭമല്ലേ ഈ മണ്ണുവാരി തിന്നുന്ന കണ്ണനെ വാതുറന്നപ്പോൾ കണ്ടതെന്താ? ഈ തത്വമാണ്. ഭഗവാന്റെ ഉള്ളിൽ അമ്പാടിയിരിക്കുന്നു, അമ്പാടിയുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ മഹാവാക്യം വർണ്ണിച്ചിട്ടുള്ളത് ബൃഹദാരണ്യകത്തിലാണ്. അപ്പോൾ ഒരേ ചൈതന്യഭാവം, ആ ചൈതന്യഭാവത്തെ പലതരത്തിൽ ആരാധിച്ചാലും ആരാധന ഒരേ ചൈതന്യമാണെന്നും ആ ചൈതന്യമാണ് നമ്മുടെ ബലമെന്നും ബോധിപ്പിക്കുകയാണ്. ലോകത്തിൽ എന്താ ബലം? ബലമെന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്, നമ്മുടെ ഉള്ളിലെ ചേതന തന്നെയാണ് ബലം. ഹിരണ്യകശിപു ചോദിച്ചില്ലേ ഈ പ്രഹ്ലാദനോട്, ആരടോ തൻ്റെ ബലം? ഹിരണ്യകശിപു പറഞ്ഞു, അച്ഛാ എൻ്റെ ബലവും അച്ഛൻ്റെ ബലവും ഒന്നാണ്, രണ്ടല്ല. അതാണ് വിഷയം. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അച്ഛൻ അതിനെ അറിയുന്നില്ല, ഞാനതിനെ അനുഭവിക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. ഞാനതിനെ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് യഥാനദ്യസ്യന്ത്യമാന സമുദ്രേ അസ്തം ഗച്ഛതി നാമത്രവേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്ത പരാത്പരം പുരുഷമുപൈതി ദിവ്യം. നദികൾ, അനേകം നദികൾ, പല രൂപത്തിൽ പല ഭാവത്തിൽ ഒഴുകുന്ന നദികൾ, നാമവും രൂപവും ഒക്കെ ഉണ്ടല്ലോ. അത് ആ നദികൾ എന്തു ചെയ്യുന്നു? സമുദ്രത്തെ പ്രാപിക്കുന്നത് പോലെ. സമുദ്രത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് ആ കിടക്കുന്നത് ഗംഗാ നദിയിലെ വെള്ളമാണ്, ഇത് യമുനയിലെ വെള്ളമാണ് എന്ന് പറയില്ലല്ലോ. അതുപോലെ ജ്ഞാനി നാമരൂപമുക്തനായി
പരമപുരുഷനെ പ്രാപിക്കുന്ന തത്വത്തെയാണ് ഉപനിഷത്ത് നമുക്ക് വിശദീകരിക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞു, ജീവിതത്തിൽ ശ്രേയസ് എന്നും പ്രേയസ്സുമെന്നുമുള്ള രണ്ട് ലക്ഷ്യങ്ങൾ രണ്ടാണ്. ശ്രേയസ് എന്നു വെച്ചാൽ എന്താ? ശ്രേയസ്സും പ്രേയസ്സും. പ്രേയസ് എന്ന് വെച്ചാൽ ലോകത്തിലെ ആഗ്രഹങ്ങളൊക്കെ. പ്രേയസിൻ്റെ പ്രത്യേകത, ഇന്ദ്രിയപരനായ മനുഷ്യനെ തൃപ്തിപ്പെടുന്നത് എന്തും പ്രേയസാണ്. നമ്മൾ ഇന്ദ്രിയപരന്മാരാണ്. കാണുക, കേൾക്കുക, രുചിക്കുക, മണക്കുക, ഇങ്ങനെയുള്ള ഇന്ദ്രിയപരന്മാരായിരിക്കുന്ന മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്നത് എന്തിനും എന്തു പറയുന്നു? പ്രേയസ് എന്ന് പറയുന്നു. പക്ഷേ പ്രേയസിൻ്റെ ഒരു പ്രശ്നം, തൃപ്തി സ്ഥിരമല്ല. ശ്രേയസ് എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയപരനായ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മതത്വത്തെ അനുഭവിക്കലാണ് ശ്രേയസ്. ഇന്ദ്രിയപരനാണ് നമ്മളൊക്കെ. നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വത്തെ ആവിഷ്കരിക്കുന്നതിനെ ശ്രേയസ് എന്ന് പറയുന്നു. ആ ശ്രേയസ്സിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഉപനിഷത്ത് ചെയ്യുക. ഉപനിഷത്ത് അതുകൊണ്ട് വേദാന്തം എന്ന് വിശദീകരിക്കും. വേദാന്തം എന്ന് ഉപനിഷത്തിനെ പറയണത് നിസ്സാരമല്ല. കാരണം എന്ന് വെച്ചാൽ വേദതത്വങ്ങളാണ്. ഇപ്പോൾ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾക്കാണോ പ്രാധാന്യം, വേദത്തിനാണോ പ്രാധാന്യം വെച്ചാൽ വേദത്തിനാണ് പ്രാധാന്യം. ഭാഗവതം എന്തിനാ പറയണമെന്ന് വെച്ചാൽ വ്യാസമഹർഷി പറഞ്ഞിട്ടുണ്ട്, ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത്. വേദതത്വങ്ങളെ പ്രതിപാദിക്കാനാണ്, അത് ലൗകികവും ആത്മീയവുമാകാം, അതിനെ പ്രതിപാദിക്കാനാണ് ഇതിനെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ വേദതത്വം ഏതാണ്? വേദാന്താണ്. വേദതത്വം വേദാന്തല്ലേ. വേദം നമ്മൾ പഠിച്ചാൽ തത്വം ബോധ്യപ്പെടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു, നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. വേദം പഠിച്ചാൽ സത്വം ബോധ്യപ്പെടുമോ? ഇല്ല. കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും ഉപാസനകാണ്ഡവും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട് അതിനകത്തുള്ള. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് അജ്ഞാനത്തിൻ്റെ നടുവിൽ കഴിയുന്ന വിഡ്ഢികൾ, സ്വയം വിവേകികളാണെന്ന് ഭാവിച്ചുകൊണ്ട് പലതും ചെയ്തു കൂട്ടി അബദ്ധത്തിൽപ്പെട്ട് ചാടുകയും ചെയ്യുന്നു. അങ്ങനെ ജീവിക്കാനുള്ള ജീവിതമെന്നും, മനുഷ്യൻ വിവേകിയായിരിക്കുന്ന മനുഷ്യൻ ലോകസുഖത്തിനേക്കാട്ടിൽ ശ്രേയസ്സാണെന്ന് നല്ലതെന്ന് പറഞ്ഞതിനെ സ്വീകരിക്കുകയും വേണമെന്ന. ലോകസുഖം വേണ്ടെന്നല്ല അർത്ഥം. ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിലിരുന്നു കൊണ്ട് മറ്റേതിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. ആണ് നേരത്തെ പറഞ്ഞത്, വെള്ളം വള്ളത്തിൽ കയറരുത്, വള്ളം വെള്ളത്തിൽ കിടക്കണം. അപ്പോൾ ഇങ്ങനെ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ എന്നും, അടുത്ത ജന്മത്തിലേക്കുള്ള ജീവിതമല്ല എന്നും, ആ ജീവിതത്തിൽ സന്തോഷം ആരുടെ ഉള്ളിലാണ്? അവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സന്തോഷം. ഞാൻ നിലവിളിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് തീരുമാനിക്കുക ഞാനാണ്, വേറൊരാളും അല്ല. ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ശ്രദ്ധിച്ചോളൂ, ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. വേറെ കാരണമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അത് ലൗകികമായ പല കാരണങ്ങൾ. പക്ഷെ ആത്യന്തികമായിട്ട് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ജ്വലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മാർഗമാണ് ഉപനിഷത്ത് നമുക്ക് നൽകേണ്ടത്. ഈ ഉപനിഷത്ത് ശാസ്ത്രം വളരെ പ്രാധാന്യമാണല്ലോ. അതുകൊണ്ടാണ് ഗീതയെ തന്നെ ഉപനിഷത്തെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉപനിഷത്തിൻ്റെ വൈശിഷ്ട്യത എന്തായാലും അങ്ങനെയുള്ള ജ്ഞാനത്തെ നൽകുന്ന ഉപനിഷത്ത് നമ്മുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളുടെ തത്വവിചാരങ്ങളാണ് നമ്മൾ ഈ സത്സംഗത്തിലൊക്കെ വിശദീകരിക്കുന്നത്. ഭഗവാന്റെ എല്ലാവിധ കൃപാകടാക്ഷങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്രസമിതി ഭാരവാഹികൾ, ബഹുമാനായ നാരായണസ്വാമി അവറുകൾ, വളരെ ആദരണീയനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ പള്ളിക്കൽ സുനിലേട്ടൻ അവറുകൾ, മറ്റീ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ആനന്ദമൂർത്തിയായ ഭഗവാന്റെ എല്ലാവിധ കൃപാകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.